കാഞ്ചിയാർ കൽത്തൊട്ടിയിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കൽത്തൊട്ടി നാഷണൽ ലൈബ്രറിയും KSS കാഞ്ചിയാറും ചേർന്നാണ് സെമിനാർ നടത്തിയത്. കൽത്തൊട്ടി ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ജിനോ വാടയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതികവിദ്യ നാനോ കൃഷിരീതി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർഷിക സെമിനാർ നടത്തിയത്. നൂതനമായ രീതികൾ കാർഷിക രംഗത്ത് അവലംബിക്കുക വഴി കർഷകർക്കുണ്ടാകുന്ന ഗുണങ്ങൾ തുടങ്ങിയവയിൽ സെമിനാറിൽ ക്ലാസുകൾ നടന്നു. കൽത്തൊട്ടി ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ജിനോ വാഴയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുകയും അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിനായിട്ട് കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് മറ്റ് സംസാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് ഇതിനോട് ചേരുന്നതല്ലാത്തത് കൊണ്ടും ഈ ക്ലാസ് നമ്മളെ സംബന്ധിച്ച് ആകാംക്ഷയായതുകൊണ്ടും എല്ലാ നന്മകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നേരിടുന്നു. ഷിബിൻ സെബാസ്റ്റ്യൻ, ശ്യാംകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. അതോ നമ്മുടെ രീതിയിൽ, നമ്മുടെ നാടിന്റെ രീതിയിൽ നമുക്കറിയാവുന്ന കൃഷിയൊക്കെ ആയിട്ട് കാലങ്ങൾ നീക്കിപ്പോയാൽ മതിയോ? അങ്ങനെ ഒരു കൃഷി രീതി നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നമുക്കതുകൊണ്ട് കിട്ടാൻ സാധ്യതയുള്ള ഗുണങ്ങൾ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, ലോകത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യരാശിയിൽ കർഷകർ തന്നെ. ഇന്ത്യയിൽ ഏകദേശം 70% കർഷകരാണ്. നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്ഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചതും അതിന്റെ ജീവനാഡിയായിട്ട് നിൽക്കുന്നതും കർഷകർ തന്നെ. പക്ഷെ ഓരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെയെല്ലാം നിരവധിയായ പ്രശ്നങ്ങളാണ് കർഷകരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, ലൈബ്രറി പ്രസിഡന്റ് ദേവസി എബ്രാഹാം, KSS രക്ഷാധികാരി റെജി ജോർജ്, ജോർജ് ജോസഫ് പടവൻ, ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ, മിൽമ പ്രസിഡന്റ് KM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.